സ്ട്രിങ്ങിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി പൈത്തണിലെ അടുത്ത ഒരു വേരിയബിളിൻ്റെ ടൈപ്പാണ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് നമ്മൾ പൈത്തണിൽ എങ്ങനെയാണ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്പേഴ്സിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റിജർ ടൈപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. റിയൽ വാല്യൂ നമ്പേഴ്സിനെയാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയാം. അതായത് 0, 1, 2, 3 അതൊക്കെയാണ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ നമ്മൾ ഇൻറ്റിജേഴ്സിൽ നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഓപ്പറേഷൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് അഡീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പ്ലസ് എന്ന് പറഞ്ഞ സിമ്പിൾ നമ്മൾ നേരത്തെ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചതായിട്ട് നമ്മൾ കണ്ടായിരുന്നു. അതായത് രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് സിമ്പിളാണ് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ ഇൻറ്റിജേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലസ് സിമ്പിൾ. അപ്പോൾ ഇവിടെ 2 + 3 ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് 5 ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക. ഇനി നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു വാല്യൂയും കൂടെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു എറർ വരുന്ന കാണാം. അതായത് ഈ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് സെയിം ടൈപ്പിലുള്ള വാല്യൂ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അതായത് ഇവിടെ 2 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറാണ്, 3 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറാണ്. അതിൻ്റെ കൂടെ ഒരു സ്ട്രിങ്ങും കൂടി ആഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒരു എറർ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഈ പ്ലസ് ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ നേരത്ത് സെയിം ടൈപ്പിലുള്ള വാല്യൂസ് മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്ത ഓപ്പറേഷനാണ് മൈനസ്. അതായത് രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം 2 - 3 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് -1 ആയിട്ട് വന്ന് കാണാം. അതേപോലെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞ സിമ്പിളാണ് യൂസ് ചെയ്യുക. അപ്പോൾ 2 * 3 എന്ന് പറയുന്നത് 6 ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. അതേപോലെ തന്നെ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം 3/2 എന്ന് പറയുന്ന വാല്യൂ 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 1.5 ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇത് ഔട്ട്പുട്ടായിട്ട് വരും. ഇതിപ്പം പൈത്തൺ 3യുടെ ഒരു പ്രത്യേകതയാണ് ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആയിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്യും. പക്ഷേ നമ്മൾ പൈത്തൺ 2-ലാണ് 3/2 എന്ന് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. കാരണം ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആണ്, ഇതും ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5. ഈ 0.5 എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ ആണ്. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക എന്നുണ്ടെങ്കിൽ 2.0 എന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൈത്തൺ 2 ആണ് ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1.5 എന്ന് തന്നെ ഔട്ട്പുട്ട് കാണിക്കും. ഇപ്പം പൈത്തൺ 3-ൽ ഇത് ഓട്ടോമാറ്റിക്കലി ഫ്ലോട്ടിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 1.5 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ ഇതിനെ ഒരു ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പോൾ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻറ്റ് ബ്രാക്കറ്റിനുള്ളിൽ അതിൻ്റെ വാല്യൂ. ഇപ്പോൾ ഇത് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 1 എന്നാണ് ഔട്ട്പുട്ട് ചെയ്തത്. കാരണം 3 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറാണ്, 2 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറാണ്. അതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം 1.5 ആണ് ഔട്ട്പുട്ട്. അതിൽ ഇൻറ്റീജർ പാർട്ട് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ 0.5 എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ ആവത്തില്ല. ഇൻറ്റിന് പകരം ഞാൻ ഫ്ലോട്ട് എന്ന് പറയുന്ന ടൈപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1.5 എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ ആവും. ഇനി അടുത്താണ് എക്സ്പോണൻസിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് 2 സ്റ്റാർ. അതായത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു സ്റ്റാർ യൂസ് ചെയ്യും. അപ്പം 3 × 2 എന്ന് പറഞ്ഞാൽ 6 ഔട്ട്പുട്ട്. ഇനി 3² 3^2 എന്ന് നമ്മൾ എഴുതത്തില്ലേ, അതായത് 3യുടെ എക്സ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് 2^3 അല്ലെങ്കിൽ 3^2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റാർ യൂസ് ചെയ്താൽ മതി. അപ്പം ഇത് ആക്ച്വലി ഇതെന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 × 3 കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ ഏത് വാല്യൂ ആണ് കൊടുത്തത്, ഇതിപ്പോൾ നമ്മളിവിടെ 3 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുത്തത്. അപ്പം 3 × 3 × 3 ആ വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ആയിരിക്കുക. അപ്പോൾ 27 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആവുക. പിന്നെ ഈ ഹാഷ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ഒരു സിമ്പിൾ ഞാനിവിടെ കൊടുത്തു. ഈ ഹാഷ് എന്ന് പറയുന്ന വാല്യൂ ആക്ച്വലി നമ്മൾ പ്രോഗ്രാമിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക മീൻസ് ഇത് നമുക്ക് പ്രോഗ്രാമേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇത് പൈത്തൺ ഇൻ്റർപ്രറ്റർ ഇത് പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യത്തില്ല. ഈ വാല്യൂ നമ്മൾ എന്ത് കൊടുത്താലും അതിനെ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക. ഇപ്പം ഞാൻ അവിടെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇത് ഔട്ട്പുട്ട് വരത്തില്ല. കാരണം പൈത്തൺ ഇൻ്റർപ്രറ്റർ അതൊരു കോഡല്ല, അത് പ്രോഗ്രാമേഴ്സിന് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ ആണെന്ന് പൈത്തൺ ഇൻ്റർപ്രറ്റർ മനസ്സിലാക്കിയോളും.
അതേപോലെ തന്നെ നമുക്ക് പൈത്തൺ ഇൻറ്റീജേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന നേരത്ത് ഇപ്പം പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷനും അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനും ഞാനിവിടെ യൂസ് ചെയ്തു. അപ്പോൾ ഇത് ഒരു പൈത്തൺ ഇൻ്റർപ്രറ്റർ ഒരു പ്രസിഡൻസ് വെച്ചായിരിക്കും ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് ആദ്യം മൾട്ടിപ്ലിക്കേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് ശേഷമായിരിക്കും അഡീഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 4 × 3 എന്ന് പറയുമ്പോൾ 12 + 2 എന്ന് പറയുന്ന ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ വാല്യൂ ഇപ്പം 12 + 2 ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക. അതായത് ഇത് ഒരു സീക്വൻഷ്യൽ ഓർഡറിലല്ല പോവുക. ആദ്യം 2 + 3 കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം 2 + 3 5 × 4 അല്ല കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു പ്രസിഡൻസ് വെച്ചായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ഈ പ്രസിഡൻസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എക്സ്പോണൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് പ്രസിഡൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഡിവിഷൻ. ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഒരേ പ്രസിഡൻസ് തന്നെയാണ്, ഇത് ഒരേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പ്ലസ് മൈനസ്, ഈ ഒരു ഓർഡറിലായിരിക്കും പ്രസിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ നേരത്ത് അതിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും, അതിന് ശേഷമായിരിക്കും അഡീഷനും സബ്സ്ട്രാക്ഷൻ്റെ ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു, അതായത് 4 × 3 കാൽക്കുലേറ്റ് ചെയ്തു, അതിന് ശേഷം അഡീഷൻ പെർഫോം ചെയ്തു. അങ്ങനെയാണ് 40 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടിയത്. അപ്പോൾ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാരന്തസിസ് യൂസ് ചെയ്യാം. പാരന്തസിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2 + 3 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ബ്രാക്കറ്റിനായിരിക്കും കൂടുതൽ പ്രസിഡൻസ് ഉണ്ടായിരിക്കുക. അപ്പം 2 + 3 എന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 ആണ്. അതിന് ശേഷമായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ 2 + 3 5, 5 × 4 20. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും വരിക. ഇനി അടുത്തൊരു ടൈപ്പാണ് ഫ്ലോട്ടിംഗ് വാല്യൂസ്. ഫ്ലോട്ടിംഗ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദശാംശ സംഖ്യ, അതായത് 0.1 + 0.1. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0.2 ഇങ്ങനെ, അല്ലെങ്കിൽ 2 × 0.1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.2. അപ്പോൾ ഇതേപോലുള്ള ഫ്ലോട്ടിംഗ് വാല്യൂസിനെ നമുക്ക് ഇപ്പം പറഞ്ഞ എല്ലാ ഓപ്പറേഷൻസും പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ അതേപോലെ എല്ലാ ഓപ്പറേഷൻസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഇൻറ്റീജേഴ്സും സ്ട്രിങ്ങും തമ്മിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നേരത്ത് വരുന്ന ഒരു ബിഗിനേഴ്സ് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാൻ നേരത്ത് ഒരേ ടൈപ്പിലുള്ള വാല്യൂസ് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ ഏജ് എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ഇത് ഈ ഹാപ്പി എന്ന് പറയുന്ന ഒരു സ്ട്രിങ്, അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേ, ഇതും ഒരു സ്ട്രിങ് ആണ്. ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഏജ് എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ വെച്ചു. അപ്പോൾ ഇൻറ്റീജർ വാല്യൂ കൊടുത്തു കഴിഞ്ഞപ്പം ഇത് സ്ട്രിങ് ടൈപ്പ്, ഇത് സ്ട്രിങ് ടൈപ്പ്, ബട്ട് ഇത് മാത്രം ഇൻറ്റീജർ ടൈപ്പ്. അപ്പോൾ ഇത് ഒരു എറർ മെസ്സേജ് ആയിരിക്കും വരിക, ഒരു ടൈപ്പ് എറർ ആയിരിക്കും വരിക. അപ്പം ഈ ടൈപ്പ് എറർ വായിച്ചു നോക്കി കഴിഞ്ഞാൽ മസ്റ്റ് ബി str not int, അതായത് ഈ സ്ട്രിങ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇൻറ്റീജർ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു എറർ ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്, അതായത് ഇൻറ്റീജറിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് str. ഈ str എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഇൻറ്റീജർ വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നേരെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പം ഇവിടെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് കാണാം. അതായത് ഇവിടെ ഏജ് എന്ന് പറയുന്ന ഈ ഇൻറ്റീജർ വാല്യൂവിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനുശേഷം ഇനിയിപ്പം ഇത് സ്ട്രിങ് ആണ്, ഇത് സ്ട്രിങ് ആണ്, ഇത് സ്ട്രിങ് ആണ്, എല്ലാം സ്ട്രിങ് ആണ്. അതുകൊണ്ട് തന്നെ എററൊന്നും ഉണ്ടാവില്ല, അത് ഔട്ട്പുട്ടിൽ വരും. അപ്പോൾ ഇവിടെ 23 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത് കാണാം. ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. str ആയിട്ട് ഇൻറ്റീജർ വാല്യൂവിനെ കൺവേർട്ട് ചെയ്യാം. ഇതിനെ നമുക്ക് സ്ട്രിങ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഇപ്പോഴും ഔട്ട്പുട്ടിൽ വരത്തില്ല, കാരണം ഇതൊരു സ്ട്രിങ് ആണ്. നമ്മൾ ഡബിൾ കോഴ്സിനുള്ളിൽ എന്ത് കൊടുത്താലും അതൊരു സ്ട്രിങ് ആണ്. ആ ഡബിൾ കോട്ട്സ് ഇല്ലാതെ നമ്മൾ കൊടുത്തു കഴിയുമ്പം അതൊരു ഇൻറ്റീജർ ടൈപ്പുമാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റീജറിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് str എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇപ്പോൾ ഇത് എററൊന്നുമില്ലാതെ ഔട്ട്പുട്ടിൽ വന്ന് കാണും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾക്കായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.